യുഎസിനെ പിണക്കാൻ ഇന്ത്യ തയ്യാറല്ല. ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളോട് കട്ട സപ്പോർട്ടാണ് ഇന്ത്യ നൽകാൻ പോകുന്നത്. യുഎസിൽ അനധികൃതമായി താമസിക്കുന്ന എല്ലാ പൗരന്മാരെ തിരിച്ചറിയാനും തിരിച്ചെടുക്കാനും ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യൻ സർക്കാർ തയ്യാറാണ് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ അനുസരിക്കാനും ഒരു വ്യാപാര യുദ്ധം ഒഴിവാക്കാനും തയ്യാറാണെന്ന സൂചന നൽകുന്നതായിരുന്നു ഈ വാർത്ത. നമുക്ക് വിശദമായി തന്നെ കാര്യങ്ങൾ പരിശോധിക്കാം. ഏകദേശം 18,000 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതുവരെ ഡോക്യുമെന്റിന്റെയും രേഖകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അനധികൃതമായിട്ടാണ് അമേരിക്കയിൽ കഴിയുന്നതെന്ന് തിരിച്ചറിഞ്ഞവരെയാണ് നിലവിൽ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇതിനായി ഇന്ത്യ പരിശോധിച്ച് നാടുകടത്തൽ പ്രക്രിയ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു. യുഎസിൽ എത്ര അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ താമസിക്കുന്നുണ്ടെന്ന കാര്യം കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു നയം സ്വീകരിച്ച് ട്രംപിനെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നതെന്ന ചോദ്യങ്ങളും ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാവുന്നതാണ് ട്രംപിനെ നമുക്ക് ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന കാര്യം. അതായത് അദ്ദേഹം എന്താണ് എപ്പോഴാണ് ചെയ്യുക എന്നതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പ്രസിഡന്റായി സ്ഥാനാരോഹണം നടത്തുന്നതിന് മുൻപ് തന്നെ കാനഡയും ഗ്രീൻലാൻഡും പനാമയും ഒക്കെ പിടിച്ചടക്കുമെന്നും മെക്സിക്കോ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മേലെ താരിഫ് വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി കൃത്യമായി പറയുകയാണെങ്കിൽ ട്രംപുമായി ചേർന്നുള്ള ഡീലിംഗ് ഇനി അല്പം സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അമേരിക്കയുമായി ഒരു ട്രേഡ് വാറിന് ഇന്ത്യ തയ്യാറല്ലെന്ന് തന്നെയാണ് ഇന്ത്യക്ക് സ്വീകരിക്കാൻ ഇവിടെ സാധിക്കുന്ന ഏക നിലപാട്. അതുതന്നെയല്ലേ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ സ്വീകരിക്കേണ്ട നിലപാട്? നമുക്കറിയാവുന്നതാണ്, ട്രംപ് അധികാരത്തിലെത്തിയ ഉടനെ അദ്ദേഹം പലതിനോടും ഗുഡ് ബൈ പറഞ്ഞതാണ്. പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നാറ്റോയുടെ എതിർപ്പാണ്. WTOയോടും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് നിലപാട്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പോലും അമേരിക്ക ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് നമ്മൾ കാര്യങ്ങളെ കൃത്യമായി അനലൈസ് ചെയ്യേണ്ടത്. US തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ പോലും ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഇല്ലീഗൽ ഇമിഗ്രൻസിന് രാജ്യത്ത് സ്ഥാനമില്ല എന്ന കാര്യം. കഴിഞ്ഞ തവണ, അതായത് 2017 ട്രംപ് പ്രസിഡന്റ് ആയപ്പോഴും അദ്ദേഹം ഈ വിഷയത്തിൽ കൃത്യമായി ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ആദ്യത്തെ ടേമിൽ അദ്ദേഹം 1.5 മില്യൺ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ, അതായത് അത്രയും നിയമവിരുദ്ധമായി രാജ്യത്ത് കയറി കൂടിയവരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആകട്ടെ ആ സംഖ്യ വളരെ കൂടുതലുമാണ്. ഉടനെ തന്നെ 10 ലക്ഷം ആളുകളെ ഒഴിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ തീരുമാനം. ഒരു റിപ്പോർട്ട് അനുസരിച്ച് 7,25,000 ഇന്ത്യക്കാരാണ് അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. മെക്സിക്കോയുടെ ബോർഡർ കടന്നും കാനഡയിലൂടെ നുഴഞ്ഞു കയറിയും ഒക്കെ വരുന്നവരാണ് ഇവർ. ഇങ്ങനെ വരുന്നവരിൽ ഇന്ത്യക്കാർ മാത്രമല്ല കേട്ടോ ഉള്ളത്, മറ്റു പല രാജ്യക്കാരും അവിടേക്ക് എത്തുന്നുണ്ട്. ബംഗ്ലാദേശികളും അതുപോലെ ചൈനക്കാരും നേപ്പാളികളും ആഫ്രിക്കക്കാരും ഒക്കെ തന്നെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരാണ്. സ്വാതന്ത്ര്യവും മെച്ചപ്പെട്ട ജീവിതവുമാണ് അവർക്ക് ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത് പോലും. അതിനാണ് അവർ അമേരിക്ക എന്ന സ്വപ്നം കണ്ട് ആ രാജ്യത്തേക്ക് എത്തിപ്പെടുന്നത്. പക്ഷേ പലപ്പോഴും ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് മുദ്ര കുത്തപ്പെട്ട് അവർക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയുക എന്നൊരു സംശയം നമുക്കിവിടെ വന്നേക്കാം അല്ലേ? അതായത് പല രാജ്യങ്ങളിൽ നിന്നും വരുന്നവരാണല്ലോ ഇവർ. ഇപ്പോൾ ഇന്ത്യയോട് അമേരിക്ക പറയാണ്, ഇത്രയും ഇന്ത്യക്കാർ, അതായത് ഇത്രയും എണ്ണം ഇന്ത്യക്കാർ വേണ്ടത്ര രേഖകളൊന്നുമില്ലാതെ അനധികൃതമായിട്ടാണ് അമേരിക്കയിൽ കുടിയേറി താമസിക്കുന്നു എന്നത്. അപ്പോൾ എന്തായിരിക്കും ഇന്ത്യയുടെ പ്രതികരണം? ഇന്ത്യ പറയും, അത് നോക്കി നിങ്ങൾ വെരിഫൈ ചെയ്ത് ഇന്ത്യക്കാർ തന്നെയാണ് അത് എന്ന് ഉറപ്പുവരുത്തുകയും അക്കാര്യം ഞങ്ങളെ ബോധിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവരെ ഇന്ത്യയിലേക്ക് മടക്കി അയക്കാവുന്നതാണ് എന്നതാണ് ഇന്ത്യയുടെ പ്രതികരണം വരിക. പിന്നെ കണക്കുകളും രേഖകളും ഒക്കെ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഐസ്, അതായത് ICE എന്ന ഡിപ്പാർട്ട്മെന്റ് അതിനുവേണ്ടി മാത്രം അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റ് എന്നാണ്. ഈ ഐസ് അല്ലെങ്കിൽ ICE നൽകിയ റിപ്പോർട്ടിലാണ് 18,000 ഇന്ത്യക്കാരെ, അതായത് അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അനധികൃത കുടിയേറ്റക്കാരെ ട്രംപിന്റെ ഭരണകൂടം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന കാര്യമാണ്. ഇനി പറയാൻ പോകുന്നത് അമേരിക്കയിൽ എങ്ങനെയാണ് പൗരത്വം നേടാനാകുക, ആ വിഷയത്തിൽ ട്രംപ് കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ്. കാരണം നിയമപരമായി അവിടെ എത്തുന്നവർ ധാരാളമാണ്. അമേരിക്കൻ പൗരത്വം നമുക്ക് ലഭിക്കുന്നത് സാധാരണ ജന്മം കൊണ്ടാണ്, അതായത് ബൈ ബർത്ത് ആണ് നമുക്ക് പൗരത്വം അവിടെ ലഭിക്കുക. അമേരിക്കൻ മണ്ണിൽ ജനിച്ച ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ അല്ലെങ്കിൽ അവൾ അവിടുത്തെ പൗരനായി ഓൾറെഡി മാറിയിട്ടുണ്ടാകും. ഈ നിയമം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കുറേ ആളുകൾ എന്ത് ചെയ്യും? അവർക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കാനായി അമേരിക്കയിൽ പ്രസവിക്കാൻ തുടങ്ങി. അതായത് വേറൊരു രാജ്യത്തു നിന്നുള്ള 2 വ്യക്തികൾ കുഞ്ഞിന് ജന്മം നൽകാൻ അമേരിക്ക തിരഞ്ഞെടുക്കും. അതോടെ കുഞ്ഞ് അമേരിക്കൻ പൗരനായി മാറും. അധികം വൈകാതെ ഈ കാരണം ചൂണ്ടിക്കാട്ടി അവർക്കും പൗരത്വം ലഭിക്കും. ഇതായിരുന്നു വർഷങ്ങളായിട്ടുള്ള അമേരിക്കയിലെ കീഴ്വഴക്കം. എന്നാൽ ഈ വ്യവസ്ഥ ശരിയല്ലെന്നാണ് ട്രംപ് പറയുന്നത്. അതിന്റെ കാരണവും അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. മെക്സിക്കൻ ബോർഡർ കടന്ന് ഒരു ഗർഭിണി അമേരിക്കയിലെത്തി എന്ന് കരുതുക. അവർ പ്രസവിക്കുന്നത് എവിടെയാണ്? അമേരിക്കയിലല്ലേ? ഈ നിയമത്തിന്റെ പിൻബലത്തിൽ പിന്നെ ആ കുട്ടി
അമേരിക്കൻ പൗരനായിട്ടാണ് ജനിക്കുന്നത്. ഇത് ഇത്തരക്കാർക്ക് അമേരിക്കൻ പൗരത്വം നേടാനുള്ള ഒരു മാർഗമായി മാറുകയാണ്. ഇത് അനുവദിച്ചു കൊടുക്കാതിരിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. പകരം അങ്ങനെ അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് നിർബന്ധമായും ഗ്രീൻ കാർഡ് വേണമെന്നാണ് ട്രംപിന്റെ നയം. എന്താണ് ഗ്രീൻ കാർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നല്ലേ പറയാം. സ്ഥിര താമസ കാർഡ് എന്നും നമുക്കിതിനെ വിളിക്കാവുന്നതാണ്. ഗ്രീൻ കാർഡാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും ഒരു വ്യക്തിയെ അനുവദിക്കുന്ന രേഖ. യുണൈറ്റഡ് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ്, അതായത് USCIC ആണ് ഇത് നൽകുന്നത്. അപ്പോൾ ഈ ഗ്രീൻ കാർഡ് മാതാപിതാക്കളുടെ കൈവശമുണ്ടെങ്കിൽ കുഞ്ഞിന്, അതായത് അമേരിക്കയിൽ പിറക്കുന്ന കുഞ്ഞിന് അമേരിക്കൻ പൗരത്വം ലഭിക്കാം. എന്നാൽ രണ്ടു പേർക്കും, അതായത് കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും ഗ്രീൻ കാർഡ് വേണമെന്ന് ഇവിടെ നിർബന്ധമല്ല കേട്ടോ. H-1B വിസയിലാണ് അമ്മ അമേരിക്കയിൽ എത്തിയത് എന്ന് കരുതുക. അച്ഛനാകട്ടെ ഗ്രീൻ കാർഡുണ്ട്, അമേരിക്കയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് എന്നും കരുതുക. ഈ ഘട്ടത്തിലും കുഞ്ഞിന് അമേരിക്കൻ പൗരത്വം നൽകാൻ നിയമം അനുശാസിക്കുന്നുണ്ട്. അതേസമയം H-1B വിസയിലാണ് രണ്ടുപേരും എത്തിയെന്ന് ഇരിക്കട്ടെ, കുഞ്ഞിന് അമേരിക്കൻ പൗരത്വം ലഭിക്കില്ല. ഇപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് എന്ന് ചിന്തിക്കരുത്. കാരണം ഈ ഗ്രീൻ കാർഡ് അമേരിക്കയിൽ സ്വന്തമാക്കുക എന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു സംഗതിയല്ല. പലപ്പോഴും പലർക്കും ഗ്രീൻ കാർഡ് കിട്ടാൻ ഒരുപാട് സമയം വൈകാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ അമേരിക്കയിൽ പ്രസവിക്കുന്ന കുഞ്ഞിന് ചുളുവിൽ ഒരു അമേരിക്കൻ പൗരത്വം നേടാൻ ഇവിടെ കഴിയില്ല. ഇത് പലരുടെയും അമേരിക്കൻ സ്വപ്നത്തിനുമേൽ വെള്ളം ഒഴിച്ചതുപോലെ തന്നെയാണുള്ളത്. ഇത് ശരിയല്ലെന്നും ട്രംപിന്റെ ഇത്തരം നയത്തിനോട് യോജിക്കാനാകില്ലെന്നും നിരവധി ആളുകൾ പറയുന്നുണ്ട്. പല വിമർശനങ്ങളും ഇതിനോടകം വന്നിട്ടുമുണ്ട്. അമേരിക്കയുടെ സുപ്രീം കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ അവസരത്തിൽ അക്കാര്യം പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അമേരിക്കയുടെ സുപ്രീം കോടതി പോലും ട്രംപിനെതിരായി എന്തെങ്കിലും പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവിടുത്തെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരൊക്കെ തന്നെ റിപ്പബ്ലിക്കൻസ് ആണ്. ട്രംപാണ് അവരെ എല്ലാം അവിടെ ഇരുത്തിയതും. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ തീരുമാനം അമേരിക്കയിൽ ഇനി അന്തിമമാണ് എന്നതിൽ സംശയമേ വേണ്ട. എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ മടിയില്ലാത്ത ട്രംപ് ഇനിയുള്ള 4 വർഷം അമേരിക്കയിൽ എന്തൊക്കെയാകും കാട്ടിക്കൂട്ടുക എന്ന കാര്യത്തിലാണ് അവ്യക്തത നിലവിലുള്ളത്. എന്തായാലും പലതിനും കച്ചകെട്ടി തന്നെയാണ് അദ്ദേഹത്തിന്റെ വരവ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും തന്നെ വേണ്ട. അപ്പോൾ ഈ 4 വർഷവും ഇന്ത്യക്ക് പരിക്കേൽക്കരുത് എന്ന് തന്നെയാണ് ഇന്ത്യ കരുതുന്നത്. നമുക്കറിയാം, ബ്രിക്സ് രാജ്യങ്ങളോട് പോലും ട്രംപ് വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അതിലെ പ്രധാനിയാണ് ഇന്ത്യ. അതായത് ബ്രിക്സ് രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളിൽ ഒന്ന് നമ്മുടെ രാജ്യമാണ്. അമേരിക്കയുടെ ഡോളറിനെ വീഴ്ത്താൻ ബ്രിക്സ് ശ്രമിക്കുന്നു എന്ന ആരോപണവുമായി ട്രംപ് വന്നപ്പോഴും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം നടന്നിട്ടില്ല എന്ന് തന്നെയായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ മറുപടി. പല രാജ്യങ്ങൾക്കും ട്രംപിന്റെ വരവ് അത്ര ബോധിച്ചിട്ടില്ല എന്ന കാര്യം സത്യമാണ്. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി ഹൃദയപൂർവ്വം ട്രംപിനെ സ്വാഗതം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ട്രംപിനെ പിണക്കുക എന്നത് അമേരിക്കയുമായി ഒരു ട്രേഡ് വാർ പ്രഖ്യാപിക്കൽ കൂടിയാണ്. ഈ അവസരത്തിൽ ഉചിതമായ തീരുമാനം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, പിന്നെ ഒരു രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതും ശരിയാണല്ലോ. കുടിയേറ്റ പ്രതിസന്ധി രാജ്യത്തിന് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വലിയ തലവേദന അത് സൃഷ്ടിക്കാറുമുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കയാണല്ലോ പ്രധാനം. അതുകൊണ്ടൊക്കെ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റ ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്ക് ഇന്ത്യ വലിയ പിന്തുണ നൽകുന്നതും. ഇന്ത്യയുടെ ഈ സമീപനത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. അതെന്തായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.